ഗ്ലാസ് എവിടെ? ഗ്ലാസ് എത്തിട്ട് പോയിട്ട് ചെല്ലി. ഇവിടെ ഇല്ല ഗ്ലാസ്. അമ്മ തരാൻ പറയും. പപ്പ പറഞ്ഞു പറയും. എവിടെ ഗ്ലാസ് കിട്ടിയ കഴിച്ചിട്ട് വാ. ജ്യൂസ് വേണം. ഗ്ലാസ്സില്ലേ? അതിലെടുത്തൊഴിക്കാൻ ചാച്ചനിപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ ദേ ഈ ഒരു ബോട്ടിലായിട്ടാണ് വരിക. എല്ലാ ദിവസവും അല്ല കേട്ടോ, ചില ദിവസങ്ങളിൽ മാത്രം. ഇത് മറ്റേ ചോക്ലേറ്റ് മിൽക്കാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ് സംഭവം. ഇത് ഒരു ബോട്ടിൽ അല്ലെങ്കിൽ 2 ബോട്ടിലായിട്ട് കൊണ്ടുവന്ന് കഴിയുമ്പോൾ ഇവിടെ വൻ അടിയായിരിക്കും കേട്ടോ. സംഭവം നമുക്ക് കിട്ടാറില്ല. ആദ്യമൊന്നും ഈ ഏതമോൻ കഴിക്കില്ലായിരുന്നു കേട്ടോ, കുടിക്കില്ലായിരുന്നു. കാരണം മറ്റേ ബോട്ടിൽ ടൈപ്പ് ആണല്ലോ. അപ്പോൾ ഇവൻ്റെ വിചാരം മറ്റേ പനിക്കുള്ള മരുന്നാണ്, സിറപ്പ് ആണെന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കണം ആദ്യം വേണ്ട എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ ഡോണുവിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. ഡോണു ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോൾ ആശാന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഏതുമോൻ എന്ത് ചെയ്തോ കുടിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഡോണു കുടിക്കണം കണ്ടു കഴിഞ്ഞപ്പോൾ അവനും ടേസ്റ്റ് ചെയ്ത് നോക്കി, ഏതുമോനും ടേസ്റ്റ് ചെയ്ത് നോക്കി. പിന്നെ ഏതുമോൻ അങ്ങ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ഇങ്ങോട്ടേക്ക് ചോദിച്ച് വാങ്ങലായേ. ഈ ഡോണുവിനെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ഞാനും ഏതമോനും ഐഷുമയും കൂടിയിട്ട് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു വിസിറ്റിന് കേട്ടോ. അപ്പോൾ ആ സമയത്തും ചാച്ചൻ ഇത് വാങ്ങിക്കൊണ്ട് വരാറുണ്ടായിരുന്നു. അന്ന് പിന്നെ ഏതമോൻ കുടിക്കുമായിരുന്നു. പക്ഷേ ആ ഒരു ഓർമ്മയൊക്കെ ഇപ്പം ഇല്ല കേട്ടോ അവന്. ഇപ്പം അവൻ്റെ മൈൻഡിൽ എന്തോ ഇത് മരുന്നാണെന്നുള്ള ചിന്തയിലായിരുന്നു. പക്ഷേ ഇതൊക്കെ മാറി കേട്ടോ. ആശാൻ കുടിച്ചൊക്കെ തുടങ്ങി, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതങ്ങനെ ശീലമാക്കണ്ട എന്നും പറഞ്ഞിട്ടാണ് കേട്ടോ ചാച്ചൻ സംസാരിക്കുന്നത്. ഡോണു ഇപ്പോഴായാലും വല്ലാണ്ടൊന്നും കഴിച്ചു തുടങ്ങിയിട്ടില്ല കേട്ടോ. ഇങ്ങനത്തെ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് കുടിക്കുകയും കഴിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. ഞാനൊക്കെ പപ്പ ജോലി കഴിഞ്ഞ് വരുന്നത് നോക്കിയിരിക്കാറുണ്ട് കേട്ടോ, എന്തെങ്കിലും കയ്യിൽ പൊതി ഉണ്ടാവുക എന്നറിയാൻ വേണ്ടിയിട്ട്. പപ്പയുടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ ഒരു പൊതി ഉണ്ടാവും. അത് അന്നായാലും ഇന്നായാലും ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു കുഞ്ഞിപ്പൊതിയോ വലിയ പൊതിയോ ഒക്കെ ആയിട്ടാണ് പപ്പ വരാറുള്ളത് കേട്ടോ. അതേപോലെ തന്നെയാണ് ഇവിടെ 2 എണ്ണം. ചാച്ചൻ ജോലി കഴിഞ്ഞ് വരുന്നത് നോക്കിയിരിക്കും കേട്ടോ, എന്തിട്ടാണ് കൊണ്ടുവരണമെന്ന് നോക്കിയിട്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ദേ മധുരാണിനുള്ളിലേക്ക് ചെന്നിരിക്കുന്നത്. ഭയങ്കര ആക്റ്റീവായിട്ടുണ്ട് കേട്ടോ. പിന്നെ വലിയായി, പിച്ചലായി, മാന്തലായി. അപ്പോൾ ഞാൻ ചാച്ചനോട് ചോദിക്കുന്നുണ്ട് കൊണ്ടുവരേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ എന്ന്. കാരണം 2 പേരും കൂടി ചാച്ചൻ്റെ നെഞ്ചത്തോട്ട് കയറലാണ് കേട്ടോ. കുറച്ച് നേരം ഉറങ്ങാൻ വേണ്ടിയിട്ടായിരിക്കും ആൾ വരിക, പക്ഷെ ഉറങ്ങലൊന്നും നടക്കാറില്ല കേട്ടോ. ഇവന്മാരുടെ കൂടെയുള്ള ആ കളിയും ചിരിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും അടുത്ത ഡ്യൂട്ടിക്ക് പോകാനുള്ള സമയമാവും. എന്നാലും കുറച്ച് നേരമൊക്കെ ഉറങ്ങാൻ കിട്ടുന്ന സമയമാകുമ്പോഴത്തേക്കും ഞാൻ ഇവന്മാർ 2 പേരും അടുത്തുനിന്ന് മാറ്റും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.